ഈ ഒരു കേക്കിൽ ഞാൻ മൈദയ്ക്ക് പകരമായി ആട്ടപ്പൊടിയാണ് യൂസ് ചെയ്തത്. ഷുഗറിന് ബദലായി ഞാൻ ഇതിൽ ജാഗരിയാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ഹെൽത്തി കേക്കും കൂടിയാണ്. ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ ആട്ടപ്പൊടി വേണം. കോൺഫ്ലോർ ആണിത്. പിന്നെ സൺഫ്ലവർ ഓയിൽ, പിന്നെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, വാനില എസൻസ്, ഉപ്പ്, ജാഗരി, ക്യാരറ്റ് ചോപ്പ് ചെയ്തത്, 2 മുട്ട, പിന്നെ നട്ട്സാണ് എടുത്തത്. ഇതിൽ ഞാൻ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാമാണ് ഞാനിവിടെ എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം. ഇതൊരു 1/4 കപ്പ് നട്ട്സ് ഉണ്ട്. നട്ട്സിൽ കുറച്ച് ആട്ടപ്പൊടി ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുത്ത് മാറ്റി വെക്കണം. ഇത് നമ്മൾ കേക്കിൻ്റെ മിക്സിയിലേക്ക് ചേർക്കുമ്പോൾ എല്ലാ വശത്തും ഒരുപോലെ എത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ കേക്കിൻ്റെ അടിയിൽ പോയിട്ട് കിടക്കും. അതുപോലെ തന്നെ നമുക്ക് ക്യാരറ്റും ചെയ്തെടുക്കാം. ക്യാരറ്റ് ഞാനിവിടെ 1/2 കപ്പ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ചോപ്പ് ചെയ്ത ക്യാരറ്റാണ്. അതും നമുക്ക് മാറ്റി വെക്കാം. എത്രയാണോ ആട്ടപ്പൊടി എടുക്കുന്നത് അത്ര തന്നെ പൊടിച്ച ജാഗരി എടുക്കണം. എന്നിട്ട് ഇത് കുറച്ച് വെള്ളം ചേർത്തിട്ട് ലിക്വിഡ് ഫോമിലാക്കി എടുക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ 1 കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തത്. അതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ്. ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്ത് അരിച്ചെടുക്കണം. 3 തവണയെങ്കിലും അരിച്ചെടുക്കണം. ഞാനിവിടെ 3 തവണ അരിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. കേക്കിന് ആവശ്യമുള്ള 2 മുട്ട നമുക്ക് പൊട്ടിച്ച് വയ്ക്കാം. കേക്ക് ഉണ്ടാക്കുന്ന മുട്ട ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ച് തണുപ്പ് മാറിയ മുട്ടയായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ബൗള് വെള്ളമൊന്നും ഇല്ലാതിരിക്കണം. നമ്മുടെ കയ്യിലും വെള്ളമൊന്നും ഇല്ലാതിരിക്കണം. നമ്മൾ ഈ 2 മുട്ടയും ഇനി നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു ക്രീമി പരുവത്തിലാകുന്നത് വരെ മീഡിയം സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ മുട്ട നല്ലപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് അളവിൽ വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി. ഞാൻ അതിൽ അളവ് കൊടുക്കാം. അപ്പോൾ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഇനി ഉരുക്കി വെച്ച ജാഗിരി അഥവാ വെല്ലം ചേർത്ത് കൊടുക്കണം. 1 കപ്പ് ആട്ടപ്പൊടിയാണ് ഇവിടെ എടുത്തത്. അപ്പോൾ 1 കപ്പ് പൊടിച്ച ജാഗിരി നമ്മൾ എടുക്കണം. എന്നിട്ട് പകുതി കപ്പ് വെള്ളം ചേർത്തിട്ട് ഉരുക്കിയെടുത്തതാണിത്. ഇതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇതിലേക്ക് അരിച്ച് വെച്ച ആട്ടപ്പൊടി കുറേശ്ശെ ചേർത്ത് മിക്സാക്കി കൊടുക്കണം. ഇങ്ങനെ പതുക്കെ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. കുറേശ്ശെ ആട്ടപ്പൊടി ചേർത്തിട്ട് പതുക്കെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി.
ഇതിപ്പോൾ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച 1/4 കപ്പ് നട്ട്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് ക്യാരറ്റാണ്, ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഓവനിലല്ല ഇത് ബേക്ക് ചെയ്യുന്നത്. കേക്ക് ഞാൻ കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ ചൂടാവാൻ വെച്ചതായിരുന്നു. അടിയിലൊരു പഴയ ട്രൈ ഫാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കുക്കർ വെച്ച് കൊടുത്തത്. അപ്പോൾ കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. കുക്കറിൻ്റെ അടിവശത്ത് മാത്രം ഓയിലാക്കി കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. നല്ല ചൂടായി കിടക്കുന്ന കുക്കറാണ്. ഇനി ഇതിലേക്ക് കേക്കിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. കുക്കർ ഞാനിവിടെ അടുപ്പിൽ നിന്നും പുറത്തെടുത്ത് വെച്ചിട്ടാണ് ബാറ്റർ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ബദാമിൻ്റെ സ്ലൈസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 30 മിനിറ്റ് കഴിഞ്ഞിട്ടേ നിങ്ങളിത് തുറന്ന് നോക്കാവൂ. ചെറിയ തീയിലിട്ടിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ ഒരു കേക്ക് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ടൂപ്പിക്ക് കൊണ്ട് കുത്തി നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ടൂപ്പിക്ക് ക്ലിയറായി വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. ഇതൊരു 50 മിനിറ്റ് എടുത്തു കേക്ക് വെന്ത് വരാൻ. നിങ്ങൾ 30 മിനിറ്റ് ശേഷമേ കേക്ക് വെന്തിട്ടുണ്ടോ എന്ന് തുറന്ന് നോക്കാവൂ. അതിനുശേഷം വെന്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം കൂടി വേവാൻ വേണ്ടി വെച്ചാൽ മതി. കേക്ക് ഇവിടെ അതുപോലെ കൂളായി വന്നിട്ടുണ്ട്. കത്തി വെച്ചിട്ട് സൈഡൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ലപോലെ തണുത്തതിന് ശേഷമേ കേക്ക് പാത്രത്തിൽ നിന്ന് എടുക്കാവൂ. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും, അടിവശം കരിഞ്ഞിട്ടൊന്നുമില്ല. നല്ലപോലെ പൊങ്ങി വന്നിട്ടുമുണ്ട്. നല്ല സോഫ്റ്റുമുണ്ട് ഈ കേക്കിന്. നല്ല അടിപൊളി കേക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു കേക്ക് ഷുഗറൊക്കെ ഉള്ള ആൾക്കാർക്ക് പോലും കഴിക്കാൻ പറ്റിയ കേക്കും കൂടിയാണിത്. അപ്പോൾ ഇതൊരു നല്ലൊരു ഹെൽത്തി കേക്കും കൂടിയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളിത് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.